ചെയ്യാത്തവൻ എന്തിനു ഭയക്കണം ഇല്ലേ? നമ്മളൊരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ? പിന്നെ എന്തിനാണ് ഓരോരുത്തർ ഭയക്കുന്നത്? സാഹിത്യമൊക്കെ കൊള്ളാം, പക്ഷേ ഈ ഒരു പറഞ്ഞ പോയിന്റിനുള്ള കറക്റ്റ് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം വേണം. ഇല്ലാത്തത് കേൾക്കുന്ന സമയത്ത് ആരാണെങ്കിലും ഒന്ന് പേടിക്കും, തന്റെ ഇമേജ് ആണല്ലോ ഇല്ലാതാകുന്നത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ഭയക്കണം? നിങ്ങൾ എന്തിനു റിയാക്ഷൻ വീഡിയോയും കൊണ്ട് വരണം? ഉത്തരം ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വരാം, വേറെ ആൾക്കാർക്ക് വരാൻ പാടില്ല. ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ആ കുട്ടി എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? ആ കുട്ടി എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? ഇതേ ചോദ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ വരയ്ക്കുന്നത് നിങ്ങളുടെ കൈകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കയറി കിടക്കുന്നത് നിങ്ങളുടെ സഹോദരനാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ വെപ്രാളം കൊള്ളുന്നത്? എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോയും കൊണ്ട് മറ്റുള്ളവർ നെഞ്ഞത്തോട്ട് കയറുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതി മിണ്ടാതെ പോയാൽ പോരെ? ഹലോ ഗൈസ്, വേറൊന്നുമല്ല, നമ്മളെ സ്മൃതിയും ജസ്ന സലീമും തമ്മിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. നമ്മളെ സ്മൃതി പ്രഗ്നന്റ് ആയിരുന്നു, കൊയിലാണ്ടി പോയി അത് അബോർഷൻ ചെയ്തു എന്നൊക്കെ ഇല്ലാത്ത ഓരോ വിശേഷങ്ങളാണ് നമ്മൾ ജസ്നത്താത്ത കണ്ണന്റെ കപടരാധ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബാക്കി കാണാം. ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം, ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഹിന്ദുവാണ്. ഇവരുടെ കഥാപ്രസംഗം ഒന്നും കേൾക്കാൻ സമയമില്ല, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്മൃതി എന്ന് പറയുന്ന കുട്ടി ഇല്ലാത്തൊരു കാര്യം ഇവരെ യൂട്യൂബ് ചാനൽ ഇട്ട സമയത്ത് അത് റിമൂവ് ചെയ്യണം, എന്നോട് മാപ്പ് പറയണം, എന്നിട്ട് ആ വീഡിയോ ചെയ്യണം, നിങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ പ്രൈവറ്റ് ആക്കി വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മിതമായ സംഭാഷണത്തിൽ ഇലക്കി മുഴുവൻ കേടില്ലാത്ത വിധത്തിൽ ഇവരായിട്ട് ഇടപഴകി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവർ വന്ന് പറയുന്നത്. എല്ലാത്തിനും തെളിവുണ്ട്, ഇവരുടെ കയ്യിൽ മാത്രമേ തെളിവുണ്ടാവും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കയ്യിൽ എന്താ തെളിവൊന്നും ഉണ്ടാവില്ലേ? അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ മെഴുകണം. ഇതൊന്നല്ല മെയിൻ പോയിന്റ്. കൊയിലാണ്ടി നടന്ന സംഭവത്തിനെ കുറിച്ച് പുള്ളിക്കാരി പറയുന്ന ഭയങ്കര ചില സാഹിത്യപരമായ കാര്യങ്ങളുണ്ട്. ഞാൻ കേൾപ്പിച്ചു തരാം. അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. കാരണം ഈ നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ. ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോയെന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോയെന്നും. വേറൊരു കാര്യം പറയട്ടെ, ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ എങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ഞാൻ റിസപ്ഷനിൽ ഷീട്ട് എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിലൊരു പയ്യൻ, സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യന് ഈ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് സുധീഷ് എന്ന് പറയുന്ന പയ്യൻ ഷീറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ആ ചേട്ടന്റെ പേര് സുധീഷ് എന്നാണെന്ന് മനസ്സിലായി. ബാക്കി അപ്പൊ ഈ പെണ്ണിന്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത്. മാറ്റി പറഞ്ഞ പെണ്ണിന് പേരില്ലേ? ഏത് പേരിലാണ് സ്മൃതി അവിടെ ചെന്നത് അത് പറയാൻ വായിൽ നാക്കില്ലേ? പിന്നെ പോരാത്തതിന് നിങ്ങൾ ഈ പറയുന്ന സംഭവം നടന്ന വർഷം, മാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈഗ്രൈൻ്റെ തകരാറും കൊണ്ട് പോയതല്ലേ, തലേന്ന് സോക്കേടും കൊണ്ടിട്ട്. അപ്പം അതിനാവശ്യപരമായ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേഗം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ പോട്ടെ, ഇന്നലെ ഇട്ട ആ വീഡിയോ എന്ത് ചെയ്യും? അതെന്തിനാ മുക്കിയത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ. സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത്. ഇനി അവൻ്റെ പേര് കറക്റ്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പേര് മാറ്റിയാണ് കൊടുത്തത്, സുധീഷ് എന്നാണ് പയ്യന്റെ പേര്, എന്തോ ഷീട്ട് ഇവരെഴുതി കൊടുത്ത പോലെയാണല്ലോ ഈ അമ്മേന്റെ വർത്താനം കേട്ടാൽ. അപ്പോൾ അവൻ ഷീട്ടെടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പോൾ എനിക്ക് തോന്നി ഇത് യൂട്യൂബർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം. ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഷീട്ടെടുത്ത് അപ്പോൾ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ചുളുവിലറിഞ്ഞ സംഭവങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം അതെങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് ഇങ്ങനെ ചുളിവിൽ കാര്യങ്ങൾ അറിയുമ്പോഴേക്കും ആളുകൾ അതൊക്കെ ഇങ്ങനെ വിളമ്പി നിന്റെ ചെവിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു തരും, ഇന്നതാണ് സംഭവങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട്. അതും ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് പുറമെ ആരും അറിയാതെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം നിന്റെ ചെവിയിൽ ആളുകളൊന്നും ഇങ്ങനെ ഒഴിച്ചു തരാം അല്ലേ? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അബോർഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് പുറത്ത് പറയുമോ? വേറെ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി അത് പറയുമോ? കാരണം ഈ അബോർഷൻ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് തെറ്റുള്ള കാര്യം തന്നെയാണ്.
അതും കല്യാണം കഴിയാത്ത പേര് മാറ്റി കൊടുത്ത് ഇവരെ അബോർഷൻ ചെയ്യാൻ ചെന്നത് നിങ്ങളുടെ ചെവിയിൽ വന്ന് പറഞ്ഞു തന്നു. അതും ഇങ്ങനെ നൈസായിട്ട്. നോ പ്രോബ്ലം. കാരണം CCTVയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും CCTVയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക. അതൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ CCTV പൊക്കി പിടിച്ചോണ്ട് ആദ്യം വന്നിട്ട് തെളിവ് സഹിതം കാണിക്ക്. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഇങ്ങനെ ബളബള എന്ന് പറയല്ലേ കേട്ടോ. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം ഉടായ്പാണ്. ഇവർക്ക് എന്തോ ആവാം, മറ്റുള്ള ആളുകൾക്ക് ഒന്നും ആവില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതായി കണ്ടോ, കമന്റ് ബോക്സ് വരെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം? അപ്പൊ അതിനുള്ള ധൈര്യമൊന്നും ഇല്ല അല്ലേ? വെറുതെ കിടന്ന് വളവള എന്ന് പറഞ്ഞുകൊടുക്കുക. അത് ഇവരൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കളത്തിലൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പേടിച്ച് റിയാക്ഷൻ വീഡിയോ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ വരയ്ക്കുന്ന കണ്ണൻ നിങ്ങൾ തന്നെ വരച്ചതാണെങ്കിലും നിങ്ങളുടെ കണ്ണന് അത്രയും ഭംഗിയുണ്ടെങ്കിലും പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഒരു സത്യത്തെ 100 പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല. അതേപോലെ ഒരു കള്ളത്തിന് ഒരു വലിയ കള്ളത്തി വന്നിട്ട് ഇങ്ങനെ വിളമ്പി കഴിഞ്ഞാലും അത് സത്യമാവില്ല. ഓക്കെ, അടുത്ത വീഡിയോ കൊണ്ട് ഇറങ്ങിയേക്കാണ്. ഇത് 2ാമത്തെ വീഡിയോ ഇട്ടിട്ട് ഒരു 6 മണിക്കൂറിനടുത്ത് ആവുന്നേ ഉള്ളൂ. ഇത് 2ാമത്തെ വീഡിയോ കൊണ്ട് ഇറങ്ങിയേക്കാണ്. ഈ പെണ്ണും പിള്ള ആ സ്മൃതി എന്ന് പറയുന്ന കൊച്ചിന്റെ പട്ടട കാണാണ്ട് അടങ്ങുന്ന ലക്ഷണമില്ല. ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാന്ന് പറയാ വേണമെങ്കിൽ. ഇതിന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. 2ാമത് ഇട്ട വീഡിയോന്റെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. പേടി ഇല്ലാത്തത് പറയുമ്പോ പേടിക്കണല്ലോ. പേടിച്ചിട്ടാണെന്ന് ചിലരിപ്പോ പറയാൻ വരും. പേടിച്ചിട്ടില്ല. കാരണം ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാൽ അറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം. എന്താവശ്യത്തിന്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണല്ലോ, നിങ്ങൾക്ക് വെപ്രോളം ഇല്ലല്ലോ, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിന് സ്മൃതി വീഡിയോ റിമൂവ് ചെയ്യണം? അതിനുള്ള വ്യക്തമായ ഉത്തരം എന്താ? ഇത് അമ്മായിയമ്മയ്ക്ക് അടുപ്പും ഭാഗത്തും എന്നുള്ളൊരു ലൈനാണല്ലോ. ഞാൻ കൃഷ്ണഭക്തയല്ല, ഞാൻ കപടഭക്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവള് ഇന്നലെ അവളുടെ വായ കൊണ്ട് പറഞ്ഞതെന്താ? ഒരു കൃഷ്ണഭക്തയാണ് ഈ പറയുന്നത്. ഒരു കൃഷ്ണഭക്തക്ക് അത് പറയാൻ പാടുണ്ടോ എന്ന്. അത് നിങ്ങളെ കളിയാക്കിയതാന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലേ? എവിടുന്ന് വരുന്നടേ ഇതൊക്കെ? നിങ്ങളുടെ കവലപ്രസംഗം ഇനി എന്തായാലും കേൾക്കാൻ തയ്യാറല്ല. നിങ്ങളും കേൾക്കണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മൾ സ്മൃതി കൊച്ചിനെ കുറിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. ഈ പെണ്ണുപിള്ള എന്തോ ഏതോ എങ്ങനെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക പരസ്പര ബന്ധമില്ലാണ്ട്. ഈ 50K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആരടാ ഇതിന്റെ പുറകെ പോയതെന്ന് നമുക്കറിയത്തില്ലേ? എന്തൊക്കെയാണെങ്കിലും കണ്ണന്റെ കപടഭക്തിയുടെ വരകൾ ഇനിയും തുടരുക. ആ കാർബൺ കോപ്പി അതേപോലെ അച്ചടിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കുക. ഉമ്മേനെയും ഉപ്പേനെയും സൽപ്രവർത്തിയൊക്കെ ചെയ്തിട്ട് ഹജ്ജിന് ഇടാനുള്ളതല്ലേ. നല്ല പുണ്യപ്രവർത്തികൾ സോഷ്യൽ മീഡിയ വഴി ചെയ്തിട്ട് ലഭിക്കുന്ന റീച്ചും അതിനകത്ത് കിട്ടുന്ന പൈസയും കൂടിയൊക്കെ ആവുന്ന സമയത്ത് ഹജ്ജിന്റെ ആ ഒരു പുണ്യം കുറച്ചും കൂടെ കൂടുമെന്നാണ് തോന്നുന്നത്. എന്തായാലും കപടഭക്തിയുടെ കപടത്തരങ്ങൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാം. ജസ്ന സലീം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യം മനസ്സിൽ ഓർമ്മയുണ്ടായിക്കോട്ടെ. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.